റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക്. സമവായം കണ്ടെത്താൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നഗരസഭാ കൗൺസിൽ യോഗം. 8 വർഷം മുൻപ് പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇനിയും വൈകും. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് ഭരണസമിതികൾ 2 DPR തയ്യാറാക്കിയതാണ് പ്രശ്നം നിയമക്കുരുക്കിലേക്ക് നീങ്ങാൻ കാരണം. DPR തയ്യാറാക്കിയ ഏജൻസികൾക്ക് പണം നൽകുകയും ചെയ്തു. ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഒരു DPR മാത്രമേ അംഗീകരിക്കാനും പണം നൽകാനും കഴിയൂ. എന്നാൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 DPR തയ്യാറാക്കി. ഇവർക്ക് കരാർ പ്രകാരമുള്ള പണവും നൽകി. ഇതിലെ നിയമ തടസ്സം നീക്കാതെ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. 2 എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, ഒരു 6 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ നഗരസഭയ്ക്ക് കൊടുത്തത് 15,85,450 രൂപ ലീൻലെസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലീൻലെസ് ഹെൽത്ത് കെയർ പ്രൈവറ്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അമിത താല്പര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. ലീൻലെസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു 10ഓളം കമ്മിറ്റികൾ തന്നിട്ടുണ്ടായി. അപ്പൊ ഇതിന് താല്പര്യപത്രം തന്നെ ക്ഷണിച്ചത് നഗരസഭയിൽ താല്പര്യപത്രം ക്ഷണിച്ചത് 15 ദിവസം കൊണ്ട് DPR ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ്. 15 ദിവസം കൊണ്ട് DPR ഉണ്ടാക്കാൻ ഒരു ഫസ്റ്റ് ഒരു നമുക്ക് ചെറിയ വീടിന് പോലും DPR ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ സംശയത്തിന് വില കൊടുക്കുന്നത് ഇവിടെല്ലാം പ്ലാനിങ് അവരെടുത്തിട്ടുണ്ടാകുമോ എന്ന് അവർ പറയുന്നത് ശരിയാണോ എന്നൊക്കെ അതാണ് ചോദിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയോട് ഇതിലെ തടസ്സങ്ങൾ നീക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൗൺസിൽ ആരാഞ്ഞു. ഇതോടെ നിയമപരമായി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസവും സാങ്കേതിക വിഷയങ്ങളും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. DPR തയ്യാറാക്കിയ 2 പേരെയും വിളിച്ചുവരുത്തി ഒരു സമവായ ശ്രമം നടത്തുന്നതാകും വേഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇവരുമായി സംസാരിക്കാനും കഴിയുന്ന രീതിയിലുള്ള ആളാകണം സമവായത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും സെക്രട്ടറി സൂചിപ്പിച്ചു. ഒരു നിയമോപദേശം തേടിയാൽ സാധാരണ രീതിയിൽ നിയമോപദേശം തേടുന്നത് നിയമപരമായ കോംപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിലും ഇതിനകത്ത് നമുക്കൊന്നൊരു കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്കൊന്നൊരു കാര്യങ്ങൾ സെക്ഷൻ എത്താനുണ്ട്. ഒന്നാമത്തെ കാര്യം, സിയാദ് നമ്മൾ എഗ്രിമെന്റ് വെച്ചെങ്കിലും ആ എഗ്രിമെന്റ് കാലാവധിക്കുള്ളിൽ സിയാദ് ഇത് പൂർത്തീകരിച്ചിട്ടില്ല. എന്ത് കാരണവും തന്നെ ആയാലും ശരി, സിയാദ് നഗരസഭ പൂർത്തീകരിച്ച് ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് സിയാദിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. നിയമപരമായ പ്രശ്നം വരുമ്പോൾ അത് കൈകാര്യം ചെയ്യും. രണ്ടാമത്തെ വിഷയം പറഞ്ഞാൽ, ഇപ്പൊ പുതിയതായിട്ട് എടുത്തവർ സിയാദിനെ കോപ്പി ചെയ്തതാണെന്ന് പറഞ്ഞാൽ അത് സിയാദ് അവർ നമ്മളെ തർക്കത്തിൽ പോവുകയും നമ്മൾ ആ തർക്കത്തിൽ നമ്മളെ ഭാഗമാവില്ല. പക്ഷെ ഇവർക്ക് കൊടുത്ത ഈ പൈസ ആരാണ്? ഇനിയിപ്പോ നമ്മൾ ഒരാളെ സിയാദിനെ ഏൽപ്പിക്കുന്നത് നോക്കുക. സിയാദിനെ തന്നെ ഏൽപ്പിച്ചാൽ നിയമപ്രശ്നം ഒരുപാടുണ്ട്. ഈ സിയാദിനെ ഏൽപ്പിച്ചാൽ ഈ പൈസ ഇവരുടെ കയ്യിൽ ഈ പൈസ നമ്മൾ തിരിച്ചു പിടിച്ചെടുക്കും. നേരെ തിരിച്ചുവിടാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ സിയാദിന്റെ പൈസ തിരിച്ചു പിടിച്ചേ പറ്റുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കക്ഷി കോടതി കേസിന് പോകും. ഒരു കക്ഷി കേസിന് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായിട്ട് തർക്കത്തിൽ നമ്മൾ കക്ഷികളല്ലെങ്കിലും നമ്മളെ കക്ഷികളാക്കി നമുക്ക് നല്ലൊരു തടസ്സം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ കേസുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ ഇടപെടൂ. ഇല്ലെങ്കിൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെന്തും ആവത്തില്ല, ആർക്കും അടക്കം ഗുണമുണ്ടാവില്ല. അവരുടെ നഗരസഭ കാര്യമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ MLA ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ വിജയം കണ്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അതിനാൽ സെക്രട്ടറിയെ കൗൺസിൽ ഇക്കാര്യത്തിൽ സമവായത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. വൈസ് ചെയർമാൻ ഷൗക്കത്ത് കുമഞ്ചേരി, വാർഡ് കൗൺസിലർ മുസ്തഫ കളത്തുമടിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ ഇതിനെ പിന്തുണച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 2018 പൊളിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൂർത്തിയാക്കുമെന്നായിരുന്നു അന്നത്തെ UDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കച്ചവടക്കാർക്ക് ഉൾപ്പെടെ നൽകിയ ഉറപ്പ്. ഇത് യാഥാർത്ഥ്യമായില്ല. 2020 ഭരണത്തിൽ വന്ന LDF ഭരണസമിതിയുടെ ഉറപ്പ് 6 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു. 2025 തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുൻകൂട്ടി തട്ടിക്കൂട്ടി നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഇത് വേണ്ടെന്ന് വെച്ചു.
ലാഭകരമായി ഉടൻ നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നീളുമെന്ന് തന്നെയാണ് സൂചന. സമവായത്തിന് സെക്രട്ടറിയെ നഗരസഭാ കൗൺസിൽ ചുമതലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ LDF അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ, ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. Fatima Arts and Science College, മൂത്തേടം, എടക്കര, നിലമ്പൂർ.